നേരത്തെ പറഞ്ഞ നാഷണൽ ഹൈവേയുടെ പ്രശ്നമാണ്. നാഷണൽ ഹൈവേ നമ്മുടെ നാട്ടിൽ വികസനം നടക്കില്ല എന്ന് ഏറെക്കുറെ എല്ലാവരും ഉറപ്പിക്കുന്ന നിലയാണുണ്ടായി. കാരണം നടപ്പാക്കാൻ ബാധ്യപ്പെട്ട നാഷണൽ ഹൈവേ അതോറിറ്റി മരമെടുത്ത് നാട് വിട്ടു പോകുന്ന സാഹചര്യം സ്വീകരിച്ചു. ഇവിടെ വിട്ടുപോയി. 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അവരെ തിരിച്ചു വിളിച്ചു. നമ്മള് വളരെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇതിൽ ചെയ്യാനില്ല. ആകെ ചെയ്യാനുള്ളത് നാഷണൽ ഹൈവേക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കലാണ്. അത് സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത്. സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത് എന്ന് പറയുമ്പോൾ ഒരു പൈ സംസ്ഥാന സർക്കാരിന്റെ ചെലവിൽ വരുന്നില്ല. എല്ലാ പൈസയും നാഷണൽ ഹൈവേ അതോറിറ്റി നൽകുന്ന ഭൂമി ഏറ്റെടുക്കുന്ന പൈസയാണ്. ഏറ്റെടുത്ത് കൊടുക്കുക എന്നതാണ് സംസ്ഥാന സർക്കാർ നിർവഹിക്കേണ്ടത്. നിർഭാഗ്യവശാൽ അത്തരമൊരു കാര്യം നിർവഹിക്കാൻ കേരളം തയ്യാറായില്ല. നമ്മുടെ നാട്ടിൽ ധാരാളം താർക്കിക വിദഗ്ധന്മാരുള്ളത് കൊണ്ട് അവർ ചില കണക്കുകൾ അവതരിപ്പിക്കുകയാണ്. ഒരു ബസ്സിന് പോകാൻ ഇത്ര വീതിയാണ് വേണ്ടത്. അങ്ങനെ 2 ബസ് പോകണമെങ്കിൽ ഇത്ര വീതി. ആ വീതിയിൽ അപ്പുറം എന്തിനാണ് റോഡിന് സ്ഥലമെടുക്കേണ്ടത്? ഇങ്ങനെയെല്ലാമുള്ള കണക്കുകൾ ആ കാലത്ത് ചിലർ അവതരിപ്പിച്ചു. ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നാടിന്റെ വികസനത്തിലൂന്നി നിന്നുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ തയ്യാറാകേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പക്ഷേ ആ വാദഗതിക്കാരുടെ കൂടെ സർക്കാരും അണിചേരുന്നതാണ് കണ്ടത്. ഏറ്റവും ഒടുവിൽ ആ ഗവൺമെന്റ് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഒരു യോഗം വിളിച്ചു. എത്ര വീതിയിലാണ് സ്ഥലം എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുക. ആ യോഗം ഏകണ്ഠമായി തീരുമാനിക്കുകയാണ് 45 മീറ്റർ വീതിയിൽ സ്ഥലമെടുക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ കേരളം ഒരേ ശബ്ദത്തിൽ ഗവൺമെന്റ് അധികാരപ്പെടുത്തുന്നു. 45 മീറ്റർ വീതിയിൽ സ്ഥലമെടുക്കുക. എന്ത് സംഭവിച്ചു? ഒരു ചുക്കും സംഭവിച്ചില്ല. 1 ഇഞ്ച് സ്ഥലം എടുക്കാൻ തയ്യാറായില്ല. കാരണം ഒന്നിച്ചിരിക്കുന്ന ചിലർ അതിനെ എതിർത്തു. അപ്പോ ആ പദ്ധതിയുമായി മുന്നോട്ട് പോകേണ്ടതെന്ന് വെച്ചു. ഇവിടെ നമ്മുടെ നാടിന്റെ പുരോഗതിയാണ് തടയുന്നത്. ആ കാലം പിന്നെ തിരിച്ചു കിട്ടില്ല. നഷ്ടപ്പെട്ടത് തന്നെയാണ്. നമ്മുടെ നാടിന്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ്. അങ്ങേയറ്റത്തെ കുറ്റകരമായ കെടുകാര്യസ്ഥതയാണ് അന്നത്തെ ഗവൺമെന്റ് കാണിച്ചത്. പക്ഷേ 2016 LDF സർക്കാർ ഈ പദ്ധതി നടപ്പാക്കാൻ തയ്യാറായപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ കേരളം നേരത്തെ UDF സർക്കാർ കാണിച്ച കെടുകാര്യസ്ഥതയ്ക്ക് പിഴയടക്കേണ്ടി വന്നു. പദ്ധതി നടപ്പാക്കാൻ തയ്യാറായപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി പറയാണ് കേരളത്തിൽ വലിയ വിലയാണ് ഭൂമിക്ക്. ആ പൈസ കൊടുത്ത് ഭൂമി എടുക്കാൻ കഴിയില്ല. സംസ്ഥാനം ഭൂമി എടുത്തു തരണം. ഇന്ത്യയിൽ ഒരിടത്തും സംസ്ഥാന സർക്കാർ വില കൊടുത്ത് ഭൂമി എടുത്തിട്ടില്ല നാഷണൽ ഹൈവേക്ക് വേണ്ടി. സ്വാഭാവികമായും നമ്മൾ ആ കാര്യത്തിൽ തർക്കം ഉന്നയിച്ചു. വലിയ തർക്കമായി. പക്ഷേ നമ്മൾ വല്ലാത്ത ഗതികേടിൽ ഇവിടെ ഈ പദ്ധതി
കഴിയാവുന്നത്ര വേഗം നടക്കുക എന്നത് നമ്മുടെ ആവശ്യമാണ്. അങ്ങനെ നടന്നില്ലെങ്കിൽ പിന്നെയും നമ്മൾ പുറകോട്ട് തള്ളപ്പെടുകയാണ് ചെയ്യുക. അപ്പോ ആ പദ്ധതി നടപ്പാക്കണമെന്ന നിർബന്ധം നമുക്കുണ്ട്. എന്നാൽ ഈ പറയുന്ന കാര്യം മുഴുവൻ വഹിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അങ്ങനെ ഒരു രീതി രാജ്യത്തില്ല. ആ തർക്കം അവസാനം ഒത്തുതീർപ്പ് ചർച്ചകളിലേക്ക് നീങ്ങി. അങ്ങനെ അവസാന തീരുമാനമായി വന്നത് ഭൂമിയുടെ വിലയുടെ 25% കേരളം കൊടുക്കണം. 5600 കോടി രൂപ ഇതിന്റെ ഭാഗമായി കേരളത്തിന് കൊടുക്കേണ്ടതായി വന്നു. അതാണ് നേരത്തെ പറഞ്ഞത്, UDF കാണിച്ച കെടുകാര്യസ്ഥക്കുള്ള പേട. പക്ഷേ ഇപ്പൊ നാം കാണുന്നത് എന്താണ്? 2 ദിവസം മുൻപ് വാർത്ത കണ്ടില്ലേ? നാഷണൽ ഹൈവേയുടെ അങ്ങേയറ്റം തലപ്പാടി മുതൽ ചർക്കള വരെയുള്ള ഭാഗം പൂർണ്ണമാകുന്ന ഒരുപാട് ഭാഗങ്ങളില്ലേ കാണാൻ നമുക്ക് കഴിയുന്നത്. ഇവിടുത്തെ ചിത്രങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതല്ലേ? ഇതാണല്ലോ കേരളത്തിലാകെയുള്ള ചിത്രം. ഇപ്പോ നാഷണൽ ഹൈവേയിലൂടെ സഞ്ചരിക്കുന്ന ആളുകൾ ചില ഭാഗങ്ങളിൽ റോഡ് പണി തീർന്നിരിക്കുന്നു, നല്ല വേഗതയിൽ ആ വഴിയിലൂടെ പോകുന്നു. അടുത്ത ഭാഗം പണി തീർന്നുകൊണ്ടിരിക്കുന്നത് കാണുന്നു. അപ്പോ ഇതേ വേഗതയാണെന്ന് ഇവിടെ വരാൻ പോകുന്നത് എന്ന് മനസ്സിൽ കാണുന്നു. അങ്ങനെ എല്ലാവരുടെയും മനസ്സിൽ ഒരു വല്ലാത്ത കുളിർമ അനുഭവപ്പെടുന്ന സാഹചര്യം. ഇത് എന്തുകൊണ്ടാണ് സംഭവിച്ചത്? LDF അന്ന് അധികാരത്തിൽ വന്നിരുന്നില്ല എങ്കിൽ നമ്മുടെ നാട്ടിൽ സംഭവിക്കുമായിരുന്നോ? പഴയ അതേ നില തന്നെ തുടരുമായിരുന്നില്ലേ? അപ്പോ LDF വരും, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞത് പൂർണ്ണമായും അന്വർത്ഥമാകുന്ന നിലയാണല്ലോ നമ്മളിവിടെ കണ്ടത്. ഇത് ഒരു നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ മാത്രമല്ല, വിവിധ കാര്യങ്ങളിൽ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. നമ്മുടെ ഗെയിൽ പൈപ്പ് ലൈൻ